ഗൈസ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം ബെസ്റ്റ് ആയിട്ടുള്ള ഒരു ഇൻട്രാഡേ ട്രേഡിംഗ് സ്ട്രാറ്റജിയാണ്. ഓക്കെ, ഈ ഒരു സ്ട്രാറ്റജി ബിഗിനർ ആയിട്ടുള്ളവർക്കും അതുപോലെ തന്നെ എക്സ്പീരിയൻസ് ഉള്ളവരും, അതായത് എക്സ്പീരിയൻസ് ഉണ്ടായിട്ടും ഇതുവരെ പ്രോഫിറ്റ് എടുക്കാൻ പറ്റാത്തവർക്കും ഒരുപോലെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ബെസ്റ്റ് സ്ട്രാറ്റജിയാണ്. ഓക്കെ, ഈ ഒരു സ്ട്രാറ്റജി ഞാൻ മേക്ക് ചെയ്തിരിക്കുന്നത് പ്യൂർലി ഇൻഡിക്കേറ്റർ ബേസ്ഡ് സ്ട്രാറ്റജിയാണ്. അപ്പൊ നിങ്ങൾ വിചാരിക്കും ഇൻഡിക്കേറ്റർ ബേസ്ഡ് സ്ട്രാറ്റജി മാർക്കറ്റിൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ പ്രോഫിറ്റ് എടുക്കാൻ പറ്റുമോ? ഈ ഒരു വീഡിയോ ഫുൾ ആയിട്ട് വാച്ച് ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ പറയുന്ന പോലെ നിങ്ങൾക്ക് 30 ട്രേഡ് എടുക്കാൻ പറ്റിയെന്നുണ്ടെങ്കിൽ നിങ്ങൾ പ്രോഫിറ്റ് ആയിരിക്കുമെന്ന് 110% എനിക്ക് ഗ്യാരണ്ടി തരാൻ വേണ്ടി പറ്റും. ഓക്കെ, വീഡിയോ തുടങ്ങുന്നതിന് മുന്നിൽ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രമാണ്. ഒരു നോട്ട് എടുത്ത് നോക്കുക. കാരണം ഞാൻ കുറച്ച് പോയിന്റുകൾ പറയും, ഒരു ചെക്ക് ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയാണ്. ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക. ട്രേഡ് എടുക്കുന്നതിന് മുന്നേ ഇത് യൂസ്ഫുൾ ആയിരിക്കും. ഓക്കെ, അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. ഗൈസ്, അങ്ങനെ നമ്മൾ ആദ്യം തന്നെ യൂസ് ചെയ്യുന്ന ഒരു ഇൻഡിക്കേറ്റർ ആണ് EMA. ഓക്കെ, EMA എന്ന് പറഞ്ഞാൽ എക്സ്പോണൻഷ്യൽ മൂവിംഗ് ആവറേജ് ആണ് ഫസ്റ്റ് നമ്മൾ യൂസ് ചെയ്യാൻ പോകുന്ന ഇൻഡിക്കേറ്റർ. അത് നമ്മൾ ആഡ് ചെയ്യാൻ വേണ്ടി നമുക്കിവിടെ ഇൻഡിക്കേറ്ററിന്റെ ഒരു സെക്ഷൻ ഉണ്ട്. ഇവിടെ ഞാൻ ഓൾറെഡി ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാൻ പറ്റും മൂവിംഗ് ആവറേജ് എക്സ്പോണൻഷ്യൽ എന്ന് പറഞ്ഞിട്ട്. ഇല്ല, നിങ്ങൾ EMA എന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. ഓക്കെ, EMA. ഓക്കെ, അതായത് മൂവിംഗ് ആവറേജ് എക്സ്പോണൻഷ്യൽ. ഇത് നിങ്ങൾ ക്ലിക്ക് ചെയ്യുക, 2 വട്ടം ക്ലിക്ക് ചെയ്യുക. ഓക്കെ, അപ്പോൾ 2 എക്സ്പോണൻഷ്യൽ മൂവിംഗ് ആവറേജ് ഇവിടെ വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഇതിനകത്ത് നമുക്ക് വാല്യൂ ചേഞ്ച് ചെയ്യേണ്ടതുണ്ട്. അതായത് 2 EMA നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഈ ഒരു 2 EMA യൂസ് എന്താണെന്ന് ഞാൻ ഫസ്റ്റ് നിങ്ങൾക്ക് പറഞ്ഞുതരാം. അതിനുവേണ്ടി നമ്മൾ ഒരു EMA വാല്യൂ നമ്മൾ ചേഞ്ച് ആക്കി കൊടുക്കാം. ഓക്കെ, ഇവിടെ നമുക്ക് SMA എന്ന് കാണാൻ പറ്റും. SMA മാറ്റി EMA ആക്കുക. താഴെ നമുക്ക് 9 അടുത്ത് 20 ആക്കുക. ഇവിടെ ഇതും 9 മാറ്റി 20 ആക്കുക. ഓക്കെ, അതായത് 20 EMA പർപ്പസ് എന്താണെന്ന് നിങ്ങൾക്ക് ഫസ്റ്റ് പറഞ്ഞുതരാം. ഈ ഒരു 20 EMA എന്ന് പറഞ്ഞാൽ മാർക്കറ്റിന്റെ സ്ട്രക്ചർ, അതായത് മാർക്കറ്റ് ഇപ്പൊ ഏത് ട്രെൻഡ് ആണെന്ന് 20 EMA നിങ്ങൾക്ക് പറഞ്ഞുതരും. ഓക്കെ, അതായത് ഈ ഒരു ഞാനിപ്പം പറഞ്ഞ 20 EMA എന്തിനാണ് യൂസ് ആകുന്നത് നിങ്ങൾ നോട്ട് ചെയ്ത് നോക്കണം. ഓക്കെ, നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടാൻ വേണ്ടിയാണ്. പിന്നെ ഒരു കൺഫ്യൂഷൻ ഉണ്ടാകാൻ വേണ്ടി പാടില്ല. ഓക്കെ, 5 മിനിറ്റിലെ ടൈം ഫ്രെയിം ഇട്ടിട്ട് 20 EMA നിങ്ങളുടെ ചാർട്ടിൽ ആഡ് ചെയ്ത് വെക്കുക. അപ്പം ഇന്നത്തെ ഒരു മാർക്കറ്റിന്റെ ഒരു എക്സാമ്പിൾ എടുത്തിട്ട് നമുക്ക് ഫസ്റ്റ് നിങ്ങൾക്ക് കാണിച്ചു തരാം. മാർക്കറ്റ് 20 EMA മുകളിലാണെങ്കിൽ ഒരു അപ് ട്രെൻഡും 20 EMA താഴെയാണെങ്കിൽ ഒരു ഡൗൺ ട്രെൻഡും ആണെന്ന് ഫസ്റ്റ് നോട്ട് ചെയ്ത് വെക്കാം. ഓക്കെ, ഇത് നമ്മൾ നെക്സ്റ്റ് EMA എന്ന് പറയുന്നത് നമുക്കിവിടെ നോർമലി 9 ആണ്. നമ്മളത് എഡിറ്റ് ചെയ്തിട്ട് 9 മാറ്റിയിട്ട് നമ്മളിവിടെ SMA മാറ്റി EMA 9 എടുത്ത് നമ്മൾ 5 കൊടുക്കാം. ഓക്കെ, 5. ഓക്കെ, 5 EMA പർപ്പസ് എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ 5 EMA എന്ന് പറയുന്നത് നമ്മളെ ട്രെൻഡ് കൺഫേം ആണ്. അതായത് ട്രെൻഡ് കൺഫേം ചെയ്യാൻ വേണ്ടിയാണ് 5 EMA യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പൊ നിങ്ങൾക്ക്, അതായത് ഇതിന്റെ താഴെ നമ്മളെ 20 EMA താഴെ മാർക്കറ്റ് വന്നപ്പോ നമുക്ക് എന്താണ് മാർക്കറ്റിന്റെ ഡയറക്ഷൻ ഓക്കെയാണ്, ഡൗൺ ട്രെൻഡ് ആണെന്ന് മനസ്സിലായി. പക്ഷെ അത് ഒന്നുകൂടെ കൺഫേം ചെയ്യാൻ വേണ്ടി നമ്മൾ 5 EMA യൂസ് ചെയ്യണം. ഓക്കെ, അപ്പൊ 5 EMA ഇവിടെ ക്രോസ് ആയി കഴിഞ്ഞാൽ നമ്മൾ അതായത് മാർക്കറ്റ് ഒരു ബിയറിഷ് മൂവിലോട്ട് കൺഫേം ആയി എന്നാണ് അർത്ഥം. നമ്മുടെ ട്രേഡ് അവിടെ ആക്റ്റീവ് ആയി എന്നാണ് അതിനർത്ഥം. ഓക്കെ, ഒരിക്കലും 20 EMA താഴെ മാർക്കറ്റ് വന്നു എന്ന് വെച്ചിട്ട് നമ്മൾ ട്രേഡ് എടുക്കാനല്ല പറഞ്ഞത്, അത് മാർക്കറ്റിന്റെ ഒരു ട്രെൻഡ് കണ്ടുപിടിക്കാൻ വേണ്ടിയാണ്. ഓക്കെ, അപ്പൊ നമുക്ക് ഡൗൺ ട്രെൻഡ് സ്റ്റാർട്ട് ആയി എന്ന് കൺഫേം ചെയ്യുന്ന, അത് ട്രേഡിലൊക്കെ എൻട്രി ചെയ്യാൻ വേണ്ടി നമുക്ക് 5 EMA യൂസ് ചെയ്യാം. ഓക്കെ, അപ്പൊ ഇവിടെ എന്താണ് 520 EMA യൂസ് എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. ഓക്കെ, ഇനി നമുക്ക് ഒരു ഇൻഡിക്കേറ്ററും കൂടെ ഇതിനകത്തേക്ക് ആഡ് ചെയ്യാനുണ്ട്. ഓക്കെ, നമുക്ക് ഈ ഒരു 5 EMA കളർ വേണമെങ്കിൽ നമുക്ക് ചേഞ്ച് ചെയ്ത് കൊടുക്കാം. കാരണം 5 EMA ആണ് ഇതിനകത്ത് മെയിൻ ആയിട്ടുള്ള ഇൻഡിക്കേറ്റർ. ഓക്കെ, നമുക്ക് 5 EMA കളർ വേണം റെഡ് കൊടുക്കാം. ഓക്കെ, റെഡ് കൊടുത്ത് കുറച്ച് തിക്നെസ് ചേഞ്ച് ചെയ്തിട്ട് കുറച്ച് കട്ടി കൂട്ടി കൊടുക്കാം. ഓക്കെ, അതിന്റെ ഓക്കെ, ഇപ്പൊ നിങ്ങൾക്ക് ഇത്രയും കാര്യം നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് ഇൻഡിക്കേറ്റർ എന്ന് പറഞ്ഞാൽ MACD ആണ്. അതിനുവേണ്ടി നമ്മൾ ഇവിടെ ഇൻഡിക്കേറ്റർ സെക്ഷനിലോട്ട് പോവാം. ഇവിടെ ഞാൻ ഓൾറെഡി എടുത്തു വെച്ചിട്ടുണ്ട്. MACD എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ കാണാൻ പറ്റും MACD. ഓക്കെ, നമ്മൾ MACD ആഡ് ചെയ്ത് കൊടുത്തു. ഓക്കെ, അങ്ങനെ നമ്മൾ 2 ഇൻഡിക്കേറ്റർ ആണ് മെയിൻ ആയിട്ട് ഇതിനകത്ത് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇനിയാണ് നമ്മളെ മെയിൻ ആയിട്ടുള്ള ട്രേഡിംഗ് സെറ്റപ്പ് സ്റ്റാർട്ട് ആവുന്നത്. ഓക്കെ, അതായത് MACD എന്തിനാണ് യൂസ് ചെയ്യുന്നത് പറഞ്ഞാൽ നമ്മൾ MACDയുടെ ഓരോ ക്രോസ് ഓവറിലുമാണ് നമ്മൾ ട്രേഡ് എടുക്കാൻ വേണ്ടി പോകുന്നത്. ഓക്കെ, അതായത് ട്രേഡ് എടുക്കാൻ വേണ്ടി പോകുന്നത് MACD ക്രോസ് ഓവറിൽ മാത്രമാണ്. ഓക്കെ, അപ്പോ ഇതിന്റെ കുറച്ചുകൂടി ഡീറ്റെയിൽസ് ആയിട്ട് പറയുകയാണെങ്കിൽ നമ്മളിപ്പോ ഒരു എക്സാമ്പിളോടുകൂടി ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഓക്കെ, ഇന്നത്തെ മാർക്കറ്റിന്റെ ഒരു എക്സാമ്പിൾ തന്നെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഇവിടെ മാർക്കറ്റ് ക്രോസ് ആയിട്ടുണ്ട്. ഓക്കെ, അതായത് ഇവിടെ MACD ക്രോസ് ആയിട്ടുണ്ട്. നിങ്ങളെ കാണാൻ പറ്റും MACD ഇവിടെ ക്രോസ് ആയി. ഓക്കെ,
മാഗ്ഡി ക്രോസ് ആയ ഉടനെ നമുക്ക് ട്രേഡ് എടുക്കാൻ പറ്റുമോ? ഇല്ല, വെയിറ്റ് ചെയ്യാം. കാരണം നമ്മുടെ ട്രെൻഡ് എന്താണ്? ഇപ്പൊ മാഗ്ഡി ക്രോസ് ആയപ്പോൾ നിങ്ങൾക്ക് അതേ ടൈമിൽ നിങ്ങൾക്ക് മേലെ കാണാൻ പറ്റും മാർക്കറ്റ് ഒരു അപ് ട്രെൻഡ് ആണ്. അപ്പോൾ മാഗ്ഡി ഒരു ബിയറിഷ് ട്രെൻഡ് ആണ് കാണിച്ചത്. നമുക്ക് അവിടെ പോയി ട്രേഡ് എടുക്കാൻ വേണ്ടി പറ്റില്ല, വെയിറ്റ് ചെയ്യാം. ഓക്കെ, വെയിറ്റ് ചെയ്തു. മാഗ്ഡിയുടെ ക്രോസ് ആയി, നിങ്ങളുടെ കാണാൻ പറ്റും 20 EM താഴോട്ട് മാർക്കറ്റ് ക്യാൻഡിൽ വന്ന് ക്ലോസ് ആയി. എന്നാൽ നമുക്ക് ട്രേഡ് എടുക്കാൻ വേണ്ടി പറ്റില്ല, നമ്മൾ വെയിറ്റ് ചെയ്യാം. 5 EMA 20 EM ക്രോസ് ചെയ്തു എന്ന് നോക്കാം. ഫസ്റ്റ് മാഗ്ഡി ക്രോസ് ഓവറും അത് കഴിഞ്ഞിട്ട് 20 EM താഴെ ക്യാൻഡിൽ ക്ലോസ് ആയോ എന്ന് നോക്കാം. ശേഷം 5 EMA 20 EM ക്രോസ് ചെയ്തിട്ട് വരുന്നുണ്ടോ എന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ നമ്മുടെ ഇവിടെ പ്രോപ്പർ ട്രേഡിംഗ് സെറ്റപ്പ്, അതായത് 5 EMA 20 EM ക്രോസ് ചെയ്തിട്ട് താഴോട്ട് വന്നു. ഓക്കെ, നെക്സ്റ്റ് പുൾ ബാക്കിൽ, അതായത് നെക്സ്റ്റ് 5 EMA പുൾ ബാക്കിൽ നമ്മൾ ട്രേഡ് അവിടെ എടുത്തിരിക്കണം. ഓക്കെ, ഇത് അതായത് ഈ ഒരു ട്രേഡ് എടുക്കുമ്പോൾ നമ്മൾ വേറെ ഒരു അനാലിസിസും കാര്യങ്ങളും ചെയ്യാൻ വേണ്ടി പാടില്ല. അവിടെ സപ്പോർട്ട് ഉണ്ട്, ഇവിടെ റെസിസ്റ്റൻസ് ഉണ്ട് ഒന്നും നോക്കാൻ വേണ്ടി പാടില്ല. നിങ്ങൾ മാഗ്ഡി ക്രോസ് ഓവർ ആയോ എന്ന് ആദ്യം നോക്കുക. ഓക്കെ, അത് കഴിഞ്ഞിട്ട് 20 EMA മുകളിലാണോ താഴെയാണോ ക്യാൻഡിൽ നോക്കുക. 20 EMA മുകളിലാണ്, ഇപ്പോൾ 20 EMA മുകളിലാണ് ക്യാൻഡിൽ എങ്കിൽ മാഗ്ഡി ഇവിടുന്ന് ഒരു ബിയറിഷ് ക്രോസ് തന്നെ നിങ്ങൾ ട്രേഡ് ചെയ്യരുത്, വെയിറ്റ് ചെയ്യുക. നമ്മുടെ 20 EMA താഴെ ക്യാൻഡിൽ ക്രോസ് ആയി ശേഷം നമ്മുടെ 520 EMA ക്രോസ് ഓവറും കൂടെ കഴിഞ്ഞ ശേഷം നെക്സ്റ്റ് 5 EMA പുൾ ബാക്കിൽ നമ്മൾ ട്രേഡ് എടുക്കണം. ഓക്കെ, ആ ഒരു പുൾ ബാക്ക് വരും, നമ്മൾ ട്രേഡ് എടുത്ത് പറ്റും. ഒരു വേറെ ഒരു അനാലിസിസും അവിടെ ചെയ്യാൻ വേണ്ടി പാടില്ല, ട്രേഡ് എടുക്കുക. ഓക്കെ, ട്രേഡ് എടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഇവിടെ സ്റ്റോപ്പ് ലോസ് വെക്കേണ്ടത് എത്രയാണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഫുൾ ഡീറ്റെയിൽസ് ആയിട്ട് കാണിച്ചു തരാം. സ്റ്റോപ്പ് ലോസ് വെക്കേണ്ടത് നമ്മൾ 20 പോയിന്റ് ആണ് സ്റ്റോപ്പ് ലോസ് വെക്കേണ്ടത്. ഓക്കെ, അതിനകത്ത് ഒരു വ്യത്യാസമില്ല, 20 പോയിന്റ്. നമ്മൾ ഇതിനകത്ത് 1:2 റിസ്ക് റിവാർഡ് ആണ് എടുക്കാൻ വേണ്ടി പോകുന്നത്. അതിനകത്ത് കുറഞ്ഞൊരു RR നമ്മൾ എടുക്കില്ല. ഓക്കെ, നമ്മൾ ഷോർട്ടാണ് ചെയ്യാൻ വേണ്ടി പോകുന്നത്, നിങ്ങൾക്ക് കാണിച്ചു തരാം. ഓക്കെ, ഇപ്പോ നമ്മൾ ഇവിടുന്ന് ട്രേഡ് എടുത്തു, അതായത് ഈ ഒരു പുൾ ബാക്കിൽ നമ്മൾ ട്രേഡ് എടുത്തു. ഓക്കെ, നമ്മുടെ സ്റ്റോപ്പ് ലോസ് എന്ന് പറയുന്നത് ഇവിടെ, അതായത് 20 പോയിന്റ് ആണ് നമ്മുടെ സ്റ്റോപ്പ് ലോസ്. നമുക്കിവിടെ സ്റ്റോപ്പ് ലോസ് 20 വെക്കാം. ഓക്കെ, 20 പോയിന്റ് സ്റ്റോപ്പ് ലോസ്. ഓക്കെ, 20 സ്റ്റോപ്പ് ലോസ് ആയിട്ടുണ്ട്. നമ്മുടെ ടാർഗറ്റ് എന്ന് പറയുന്നത് 40 പോയിന്റ് ആണ്. ഓക്കെ, അപ്പൊ നമ്മളിവിടെ 40. ഓക്കെ, അപ്പോൾ നമ്മളെ ട്രേഡ് എടുത്തു കഴിഞ്ഞു നമ്മൾ, അതായത് നമ്മൾ എടുത്തത് മാഗ്ഡി ക്രോസ് ഓവർ ആയി, 520 EMA ക്രോസ് ഓവർ ആയി, നെക്സ്റ്റ് പുൾ ബാക്ക് ആയി, നമ്മളിവിടെ ട്രേഡ് എടുത്തു, വെയിറ്റ് ചെയ്തു. സ്റ്റോപ്പ് ലോസ് ഇരിക്കുന്നത് എവിടെയാ? 20 EMA മുകളിലാണ്. അപ്പൊ നമുക്ക് കൺഫേം ആണ് എത്ര പെട്ടെന്ന് നമ്മളെ സ്റ്റോപ്പ് ലോസ് ഒന്നും അടിക്കില്ല. കാരണം 20 എന്ന് പറയുന്നത് ഒരു സ്ട്രോങ് സപ്പോർട്ടായിട്ടും സ്ട്രോങ് റെസിസ്റ്റൻസ് ആയിട്ടും വർക്ക് ആവുന്നതാണ്. ഓക്കെ, ഇത് നിങ്ങൾക്ക് ബാക്ക് ഡാറ്റ ചെക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഈസി ആയിട്ട് മനസ്സിലാവും, അതായത് 20 EMA എത്രത്തോളമാണ് അതിന്റെ പവർ എന്ന്. ഓക്കെ, അപ്പൊ നമ്മൾ ഇവിടുന്ന് ട്രേഡ് എടുത്തു. നമുക്ക് ഇവിടെ ഫസ്റ്റ് നമ്മൾ 1:2 ട്രേഡ് നമുക്ക് കിട്ടി. ഓക്കെ, ഇനി നമുക്ക് നെക്സ്റ്റ് ഒരു ട്രേഡിംഗ് സെറ്റപ്പ് കൂടെ നോക്കാം. ഇത് ഇന്നത്തെയാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നത്. ഓക്കെ, ഒരു കാര്യം നോട്ട് ചെയ്ത് നോക്കുക, 20 EMA മുകളിലുള്ളപ്പോ മാഗ്ഡി ബുള്ളിഷ് ക്രോസ് ഓവർ മാഗ്ഡി മാത്രം ട്രേഡ് ചെയ്യുക. 20 EMA മുകളിലാണ് മാർക്കറ്റ് എങ്കിൽ ഒരിക്കലും ബിയറിഷ് ക്രോസ് ഓവറിൽ പോയി ട്രേഡ് ചെയ്യരുത്. ഓക്കെ, ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും സ്റ്റോപ്പ് ലോസ് അടിക്കുന്ന ഒരു ഇതും കൂടെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചാൽ, സ്റ്റോപ്പ് ലോസ് അടിക്കുന്ന ഒരു എക്സാമ്പിൾ കൂടെ ആകുമ്പോൾ നിങ്ങൾക്ക് അത് കറക്റ്റ് ആയിട്ട് മനസ്സിലാവും. ഓക്കെ, ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും മാർക്കറ്റ് ഇവിടെ, അതായത് മാർക്കറ്റ് 20 EMA താഴോട്ട് ക്ലോസ് ആയി, ഇവിടെ നമുക്ക് മാഗ്ഡി ക്രോസ് ഓവർ ആയി, അതുപോലെ തന്നെ 520 EMA ക്രോസ് ഓവർ ആയി, നമ്മൾ ഇവിടെ ട്രേഡ് എടുത്തു. ഇവിടെ 20 EMA മുകളിൽ നമ്മൾ സ്റ്റോപ്പ് ലോസ് വെച്ചു, ട്രേഡ് എടുത്ത് ഈ സൈഡ് നമുക്ക് ഇവിടെ എന്തായി 1:2 നമുക്ക് പ്രോഫിറ്റ് കിട്ടി. ഓക്കെ, നെക്സ്റ്റ് നമ്മുടെ സ്റ്റോപ്പ് ലോസ് അടിക്കുന്ന ഒരു ഇത് കൂടെ കാണിച്ചു തരാം. ഇവിടെ നമുക്ക് എല്ലാം നമ്മുടെ 20 EMA താഴെ ക്ലോസ് ആയി, മാഗ്ഡി ക്രോസ് ഓവർ ആയി, നമ്മൾ ഇവിടെ ട്രേഡ് എടുത്തു. പക്ഷെ നമ്മുടെ സ്റ്റോപ്പ് ലോസ് ഇവിടെ ഹിറ്റ് ആയതായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഓക്കെ, ഈ ഒരു ക്യാൻഡിൽ ഇത് ശരിക്കും സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ക്യാൻഡിൽ തന്നെയാണ്. ഓക്കെ, സ്റ്റോപ്പ് ലോസ് ഹിറ്റ് അടിക്കാൻ വേണ്ടി തന്നെ വന്നൊരു ക്യാൻഡിലാണ്. റിവേഴ്സ് അടിച്ചു. റിവേഴ്സ് അടിച്ചപ്പോഴാണ് നമ്മൾ ഇവിടെ നെക്സ്റ്റ് ട്രേഡ് കൂടി എടുത്തു. നമ്മളെ കറക്റ്റ് ആണ്, നമ്മളെ 520 ക്രോസ് ഓവർ ആയി, മാഗ്ഡി ക്രോസ് ഓവർ ആയി, നമുക്ക് ഒരു ദിവസം 2 ട്രേഡ് കിട്ടി. ഒരു ട്രേഡ് SL അടിച്ചെങ്കിലും രണ്ടാമത്തെ ട്രേഡ് നമുക്ക് പ്രോഫിറ്റിലാണ് എടുക്കാൻ വേണ്ടി പറ്റിയത്. മനസ്സിലായില്ലേ? ഇങ്ങനെ നമ്മുടെ സെറ്റപ്പ് കംപ്ലീറ്റ് ആയിട്ട് വന്നാൽ മാത്രം ട്രേഡ് എടുക്കുക. ഓക്കെ, നെക്സ്റ്റ് ഒരു എക്സാമ്പിൾ കൂടി ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഇതിന്റെ ബാക്ക് ഡാറ്റ നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കുക. ഓക്കെ, ഞാൻ ജസ്റ്റ്
ഒരു 1 വീക്കോ ഇല്ല 1 മന്തിലെ ഡേറ്റ ആണ് ഞാൻ ഈ വീഡിയോയിൽ കാണിച്ചു തരുന്നത്. ഇല്ല ഒരുപാട് ബാക്ക് പോയി കഴിഞ്ഞാൽ വീഡിയോയുടെ ലെങ്ത് കൂടാനുള്ള ചാൻസ് ഉണ്ട്. ലാസ്റ്റ് നമുക്ക് ഒരു ട്രേഡിംഗ് സെറ്റപ്പും കൂടെ ട്രേഡിംഗ് ചെക്ക് ലിസ്റ്റും കൂടെ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ഇതിന്റെ ബാക്ക് ഡേറ്റ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് കാണാൻ പറ്റും ഇവിടെ മാക്ഡി ക്രോസ് ഓവർ ആയത് ഇവിടെയാണ്. ഓക്കെ, ഈ ഒരു പോയിന്റിലാണ് മാക്ഡി ക്രോസ് ആയത്. പക്ഷെ ഇവിടെ 520 EMA ക്രോസ് ആയിട്ടില്ല. അതുകൊണ്ട് നമ്മൾ വെയിറ്റ് ചെയ്ത് ഇവിടെ നമുക്ക് 520 EMA കൂടെ ക്രോസ് ഓവർ ആയി നമ്മുടെ ട്രേഡ് അവിടെ ആക്റ്റീവ് ആയി. നമ്മൾ ഇവിടെ ട്രേഡ് എടുത്ത് 20 EMA മുകളിൽ സ്റ്റോപ്പ് ലോസ് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇവിടുന്ന് ടാർഗറ്റ് ഈസി ആയിട്ട് 1:2 കിട്ടും. 1:2 കൂടുതൽ നിങ്ങൾ ഒരിക്കലും വെയിറ്റ് ചെയ്യാൻ പാടില്ല. ഓക്കെ, അതുപോലെ തന്നെ സ്റ്റോപ്പ് ലോസും ഒരിക്കലും ചേഞ്ച് ചെയ്യാൻ പാടില്ല. 10 പോയിന്റ് ആണ് സ്റ്റോപ്പ് ലോസ്, 10 പോയിന്റ് വെക്കുക. സ്റ്റോപ്പ് ലോസ് അടിച്ച എക്സിറ്റ് നെക്സ്റ്റ് സെറ്റപ്പിന് വേണ്ടി വെയിറ്റ് ചെയ്യുക. ഓക്കെ, അതിനാണ് പറഞ്ഞ ചെക്ക് ലിസ്റ്റ് മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളത്. ഓക്കെ, ഇവിടെ നോക്കുവാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും ഇവിടുന്ന് നമ്മുടെ മാക്ഡി ക്രോസ് ആയി 520 EMA ക്രോസ് ആയി നമ്മൾ ട്രേഡ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് 1:2 അവിടെ പ്രോഫിറ്റ് കിട്ടുന്നതായിരിക്കും. ഞാൻ നിങ്ങൾക്ക് വേറൊരു SL അടിക്കുന്ന ഒരു ട്രേഡ് ഇതിനകത്ത്, അതായത് പ്രോഫിറ്റ് ട്രേഡ് ഒരുപാടുണ്ട്. ഞാൻ നിങ്ങൾക്ക് SL അടിക്കുന്ന ഒരു ട്രേഡ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അതായത് ട്രേഡ് എടുക്കാൻ പാടില്ലാത്തതും കാണിച്ചു തരാം. ഓക്കെ, ഇവിടെ നോക്കുവാണെങ്കിൽ ഇവിടെ മാക്ഡി ക്രോസ് ഇല്ല. ഓക്കെ, മാക്ഡി ക്രോസ് ഇല്ല. പിന്നെ എന്ന് പറഞ്ഞാൽ പുൾ ബാക്ക് വരാണ് നമ്മൾ ഒരിക്കലും ട്രേഡ് എടുക്കാൻ പാടില്ല. ഒരു എക്സാമ്പിൾ ഞാൻ കാണിച്ചു തരാം. ഇവിടെ നിങ്ങൾക്ക് മാക്ഡി ഇവിടെ ക്രോസ് ആയി. ഓക്കെ, ഇവിടെ മാക്ഡി ക്രോസ് ആയി 520 EMA ക്രോസ് ആയത് ഇവിടെയാണ്. അത് പിറ്റേ ദിവസമാണ് നമ്മൾ ഇവിടുന്ന് ട്രേഡ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു 1:2 ടാർഗറ്റ് കിട്ടും. അന്ന് തന്നെ ഒരു ട്രേഡും കൂടി ഉണ്ട്. പക്ഷെ ഇത് നമുക്ക് പുൾ ബാക്ക് തരാത്തതുകൊണ്ട് പുൾ ബാക്ക് തരാതെ ഒരു ട്രേഡിലും എൻട്രി ചെയ്യാൻ വേണ്ടി പാടില്ല. അത് നിങ്ങൾ ഫസ്റ്റ് ആയിട്ട് നോട്ട് ചെയ്ത് നോക്കുക. ഓക്കെ, പിന്നെ മാക്ഡി ഇവിടെ ക്രോസ് ഓവർ ആയി കാണാൻ പറ്റും. ഇവിടെ ക്രോസ് ഓവർ ആകുമ്പോൾ നമുക്ക് 20 EMA താഴെയാണ് മാർക്കറ്റ്. പക്ഷെ മാക്ഡി ഒരു ബുള്ളിഷ് ക്രോസ് വന്നിട്ടുണ്ട്. അപ്പൊ ആ ട്രേഡ് അവോയ്ഡ് ചെയ്യണം. ഇങ്ങനെ അവോയ്ഡ് ചെയ്യേണ്ട ട്രേഡും കൂടെ ഉണ്ട്. ഓക്കെ, അപ്പം ഈ ഒരു കാര്യം നിങ്ങൾക്ക് മനസ്സിലായി എങ്ങനെയാണ് ഒരു ട്രേഡ് എടുക്കേണ്ടത് എന്ന് നിങ്ങൾക്ക് ഡീറ്റെയിൽസ് ആയിട്ട് മനസ്സിലായിട്ടുണ്ട്. ഒരു എക്സാമ്പിൾ കൂടെ നിങ്ങൾക്ക് ഞാൻ ഇവിടെ കാണിച്ചു തരാം. ഓക്കെ, ഇവിടെ ക്രോസ് ആയി നിങ്ങൾക്ക് ഇവിടുന്ന് ട്രേഡ് എടുക്കാം. ഇവിടുന്ന് ട്രേഡ് എടുത്ത് ഇതൊരു SL അടിക്കുന്ന ട്രേഡാണ്. പക്ഷെ നിങ്ങൾക്ക് കുറെ ടൈം ഉണ്ട് എക്സിറ്റ് ചെയ്യാനും. നിങ്ങൾക്ക് നോക്കാം മാർക്കറ്റിൽ എന്താണ് സംഭവിക്കുന്നത്. 20 EMA താഴോട്ട് വന്ന് ഒരു ക്യാൻഡിൽ ക്ലോസ് ആയി നമ്മൾ ഇവിടെ എക്സിറ്റ് അടിച്ചു. പക്ഷെ നമ്മൾ സ്റ്റോപ്പ് ലോസ് ചെറിയ സ്റ്റോപ്പ് ലോസ് ആണ്. നമ്മൾ ഇവിടുന്ന് എൻട്രി എടുത്ത് ചെറിയ സ്റ്റോപ്പ് ലോസ്, ഒരു 5 പോയിന്റ് സ്റ്റോപ്പ് ലോസ് മാത്രമേ നമുക്ക് കൊടുക്കേണ്ടി വന്നിട്ടുള്ളൂ. ഓക്കെ, വീണ്ടും നമുക്ക് ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും മാർക്കറ്റ് ഇവിടുന്ന് ക്രോസ് ആയി. ഇവിടുന്ന് ക്രോസ് നിങ്ങൾക്ക് കാണാൻ പറ്റും മാർക്കറ്റ് വീണ്ടും ഒരു ബിയറിഷ് മൂവിലോട്ട് വന്ന് മാക്ഡി ക്രോസ് ആകും. നമുക്ക് അവിടെ പ്രോഫിറ്റ് കിട്ടി. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു സെറ്റപ്പ് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഈ ഒരു ഇപ്പം ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾ ചാർട്ടിൽ ആഡ് ചെയ്ത് വെക്കുക. ഈ ഒരു ഇൻഡിക്കേറ്റർ ഒക്കെ നിങ്ങൾ ചാർട്ടിൽ ഇട്ട് വെച്ച ശേഷം നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു 2-3 മന്ത് നിങ്ങൾക്ക് എത്രത്തോളം ഡാറ്റ ചെക്ക് ചെയ്യാൻ പറ്റുമോ അത്രത്തോളം ബാക്ക് പോയിട്ട് നിങ്ങൾ ഈ ഒരു സ്ട്രാറ്റജി വർക്കാവുന്നത് നിങ്ങൾ നോക്കാം. ഗൈസ്, നിങ്ങൾ ലാസ്റ്റ് ആയിട്ട് നമ്മൾ ഈ ഒരു സ്ട്രാറ്റജിക്ക് പറ്റിയ ബെസ്റ്റ് ട്രേഡിംഗ് ചെക്ക് ലിസ്റ്റ് ആണ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഓക്കെ, ഞാൻ ഇനി പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് എഴുതി വെക്കുക. ഓക്കെ, ട്രേഡ് എടുക്കുന്നതിന് മുന്നേ ഇത് നിങ്ങൾ നോക്കിയിട്ട് മാത്രം ട്രേഡ് എടുക്കുക. ഓക്കെ, ഫസ്റ്റത്തെ പോയിന്റ് എന്ന് പറയുന്നത് മാക്ഡി ക്രോസ് ഓവർ ആയോ നോക്കുക. നിങ്ങൾക്ക് ഇവിടെ ലൈവ് ആയിട്ട് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും ഫസ്റ്റ് തന്നെ ഇവിടെ ഫസ്റ്റത്തെ പോയിന്റ് നമ്മുടെ മാക്ഡി ക്രോസ് ഓവർ ആയിട്ടുണ്ട്. ഓക്കെ, നെക്സ്റ്റത്തെ പോയിന്റ് ആണ് 20 EMA താഴെ ഒരു ക്യാൻഡിൽ ക്ലോസ് ആയോ, 5 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസ് ആയോ നോക്കാം. ഇവിടെ അതും ഓക്കെയാണ്, ടിക്ക് ചെയ്യാം. മൂന്നാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് 520 EMA, അതായത് 520 EMA ക്രോസ് ഓവർ ആയോ നോക്കാം. ഓക്കെ, 520 EMA ക്രോസ് ഓവർ ആയിട്ടുണ്ട്. ഓക്കെ, നാലാമത്തെ പോയിന്റ് എന്താണ്? നാലാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് 5 EMA പുൾ ബാക്ക് വന്ന് നോക്കുക. ഇവിടെ 5 EMA പുൾ ബാക്കും വന്നിട്ടുണ്ട്. ഓക്കെ, ഇനി നമ്മൾ ട്രേഡ് എടുക്കാൻ വേണ്ടി പോവാണ്. ട്രേഡ് എടുക്കാൻ വേണ്ടി പോകുമ്പോൾ നമ്മൾ ഫസ്റ്റ് ശ്രദ്ധിക്കേണ്ട കാര്യമാണ് സ്ട്രൈക്ക് പ്രൈസ് സെലക്ട് ചെയ്യുമ്പോൾ ഉള്ള കാര്യങ്ങൾ. നിങ്ങൾക്ക് ഇവിടെ കാണിച്ചു തരാം. ഓക്കെ, 1 മിനിറ്റ്. സ്ട്രൈക്ക് പ്രൈസ് സെലക്ട് ചെയ്യുമ്പോൾ നമ്മൾ എപ്പോഴും 0.5 ഡെൽറ്റയുള്ള സ്ട്രൈക്ക് പ്രൈസ് സെലക്ട് ചെയ്യാം. ഓക്കെ, നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. ഞാനിപ്പോ ഇത് ഇന്ന് എക്സ്പയറി ഡേ ആയതുകൊണ്ടാണ്. ഇവിടെ കാണാൻ പറ്റും 0.49. ഓക്കെ, അതായത് സ്ട്രൈക്ക് പ്രൈസ് 25,100 130 റുപ്പീസ് വരുന്ന സ്ട്രൈക്ക് പ്രൈസ് പുട്ട് ഓപ്ഷൻ ബൈ ചെയ്യണമെങ്കിൽ അതിന് ഡെൽറ്റ എന്ന് പറയുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും റൈറ്റ് സൈഡിൽ ഡെൽറ്റ 0.49 ആണ്. മിനിമം നിങ്ങളെ 0.49 ഓക്കെയാണ്. 0.49 തൊട്ട് അങ്ങോട്ട് നിങ്ങളെ സ്ട്രൈക്ക് പ്രൈസ് സെലക്ട് ചെയ്യാവുന്നതാണ്. ഒരിക്കലും 0.7 ഒക്കെ പോയി കഴിഞ്ഞാൽ നമ്മുടെ റിസ്ക് റിവാർഡിനെ അത് ബാധിക്കും. അതെന്താണെന്ന് നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഓക്കെ, ഈ ഒരു അതായത് ഈ കാണുന്ന ബ്രോക്കർ ഈ ഒരു ഇന്റർഫേസ് നിങ്ങളുടെ ചിലപ്പോൾ നിങ്ങൾക്ക് കിട്ടിയെന്ന് വരില്ല. അപ്പം ഈ ഒരു ബ്രോക്കറിൽ അക്കൗണ്ട് ഓപ്പൺ ചെയ്യുകയാണെങ്കിൽ ഇതിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. നിങ്ങൾക്ക് അവിടെ കയറി അക്കൗണ്ട് ഓപ്പൺ ആക്കുന്നതാണ്. ഞാൻ ഓൾമോസ്റ്റ് ഒരു 3 ഇയർ ആയിട്ട് ഈ ഒരു ബ്രോക്കറാണ് യൂസ് ചെയ്യുന്നത്. ഒരു ഇഷ്യൂ ഇല്ല, നല്ല രീതിക്ക് നമുക്ക് ട്രേഡും കാര്യങ്ങളൊക്കെ എടുക്കാൻ വേണ്ടി പറ്റുന്നുണ്ട്. ഓക്കെ,
നമുക്ക് ഞാൻ കാണിച്ചു തരാം. നമ്മളിപ്പോ പുൾ ബാക്ക് വന്നു നമ്മുടെ കാര്യങ്ങൾ. അതായത് ഒന്നുകൂടെ ഞാൻ പറയാം. നമ്മുടെ മാഗ്ഡി ക്രോസ് ഓവർ ആയി, 20 EMA താഴെ ഒരു ക്യാൻഡിൽ ക്ലോസ് ആയി, ശേഷം 520 EMA ക്രോസ് ഓവർ ആയി, പിന്നെ എന്താണ് പുൾ ബാക്ക് വന്നു. അതായത് 5 EMA പുൾ ബാക്ക് വന്നു. പിന്നെ നമ്മൾ ട്രേഡ് എടുക്കുകയാണ്. ട്രേഡ് എടുത്ത ഉടനെ തന്നെ നമ്മൾ സ്റ്റോപ്പ് ലോസ് ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചോ. ട്രേഡിംഗ് പോയിന്റ് നിഫ്റ്റിയിൽ നമുക്ക് 20 പോയിന്റ് മൂവ് ആയി കഴിഞ്ഞാൽ 0.5 ഡെൽറ്റയുള്ള സ്ട്രൈക്ക് പ്രൈസ് ആണ് നമ്മൾ സെലക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൽ 10 പോയിന്റിന്റെ വേരിയേഷൻ ആണ് ഉണ്ടാകുക. ഓക്കെ, അതായത് ഫോർ എക്സാമ്പിൾ പറയുന്നത് ഇവിടുന്ന് മാർക്കറ്റ് നമ്മൾ ട്രേഡ് എടുത്തിട്ട് റിവേഴ്സ് മാർക്കറ്റ് വന്നു എന്ന് പറഞ്ഞാൽ നമ്മൾ എക്സൽ അടിക്കുമ്പോൾ 20 പോയിന്റ് മൂവ് ആകുമ്പോൾ നമുക്ക് 10 പോയിന്റ് ആണ് ലോസ് കിട്ടുക. അതുപോലെ തന്നെ ടാർഗറ്റ് ഇവിടുന്ന് 40 പോയിന്റ് മൂവ് ആവണമെന്നുണ്ടെങ്കിൽ നമുക്ക് 20 പോയിന്റ് കിട്ടും. അങ്ങനെയാണ് 1:2 റിസ്ക് റിവാർഡ് എന്ന് നമ്മൾ പറയുന്നത്. ഓക്കെ, 0.49 തൊട്ട് ഓക്കെയാണ്, ഒരു പ്രശ്നമില്ല. ഓക്കെ, 0.6 0.7 ഒക്കെ പോകുമ്പോൾ ഇതിന് ചെറിയ വ്യത്യാസങ്ങളൊക്കെ വരും. ഓക്കെ, അങ്ങനെ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക. പിന്നെ ഒരു കാര്യം, നമ്മൾ ഈ ഒരു ട്രേഡ്, ഈ ഒരു സ്ട്രാറ്റജി നിങ്ങൾ നിഫ്റ്റി 50-ൽ ഒരു 30 ട്രേഡ് നിങ്ങൾ എടുത്ത് നോക്കുക. ഓക്കെ, എന്നിട്ട് നിങ്ങൾ നെക്സ്റ്റ് ഇൻഡെക്സിലൊക്കെ വർക്ക് ആവുന്ന നോക്കുക. ഞാനിത് ട്രൈ ചെയ്ത് നിഫ്റ്റി 50-ലാണ്, നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. ഓക്കെ, 30 ട്രേഡ് ഈ പറയുന്ന കാര്യങ്ങൾ ഒരു റൂൾ പോലും ബ്രേക്ക് ചെയ്യാണ്ട് നിങ്ങൾക്ക് എടുക്കാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ നിങ്ങളും ആവും ഒരു പ്രോഫിറ്റബിൾ ട്രേഡർ. ഓക്കെ ഗൈസ്, ഈ ഒരു സ്ട്രാറ്റജി ഇഷ്ടപ്പെട്ട വീഡിയോക്ക് ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. നെക്സ്റ്റ് വീഡിയോ കാണാം. ബൈ.